ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിന് ആകെ ദേഷ്യം വരുവാട്ടോ. ശ്രുതിയാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തതും തന്നെ കൊണ്ട് തിരി തെളിയിച്ചതൊക്കെ ശ്രുതിയാണെന്ന് പറയുമ്പോൾ അശ്വിന് ആകെ ദേഷ്യം വരുവാണ്. ആ ദേഷ്യം അശ്വിൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ രാത്രി 8 മണി 8:30 ആകുമ്പോഴേക്കും മുത്തശ്ശി പറയണ്ടോ, അയ്യോ ഇത്രയോ സമയമായല്ലോ എന്ന് പറയുമ്പോൾ അമ്മായി പറയണ്ടേ, എന്തിനാ ഞങ്ങൾ പോയിട്ട് പിന്നീട് കാണാം അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. വാ ശ്രുതി വാ പ്രീതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അമ്മായിയും ശ്രുതിയും പ്രീതിയും കൂടി ഇറങ്ങുമ്പോഴാണ് ലാവണ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അതേ, കാർട്ടൂൺ ബേബിക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല, കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്, ഇനി എന്ത് പണിയാ എന്ന് അമ്മായി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മായി ഒരു കാര്യം ചേച്ചിയായിട്ട് വീട്ടിൽ പോയിക്കോ, ഞാൻ വന്നോളാം. മോളെ അതെന്ന് പറയുമ്പോൾ അമ്മായി ഇതെന്റെ ജോലിയുടെ ഭാഗമല്ലേ എന്ന് പറയുവാണ്. അങ്ങനെ ആകാശ് പ്രീതിനെയും അമ്മായിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുവാണ്. അങ്ങനെ ശ്രുതിനെ നമ്മുടെ ലാവണ്യ എന്നുണ്ടെങ്കിൽ മുടി പിന്നിടിപ്പിക്കാനൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോകാട്ടോ. എന്നിട്ട് ലാവണ്യ പഠിക്കുമൊന്നുമില്ല, ശ്രുതി ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട മുടി എങ്ങനെ മെടഞ്ഞ് കെട്ടേണ്ടതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോരോ പണികൾ ശ്രുതിനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി മോളെ നീ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കുമ്പോൾ അല്ല അന്ന് ലാവണ്യമേടെ ഒന്ന് പറയുമ്പോഴേക്കും ലാവണ്യ പറയണ്ട, അയ്യോ മുത്തശ്ശി ഞാൻ പറഞ്ഞത് ഇവിടുത്തെ പോകാനായിട്ട്. അപ്പൊ ഇവിടെ പറയാ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പഠിപ്പിച്ചിട്ട് പോകാന്ന്. അതിനി പഠിപ്പിക്കലൊക്കെ നാളെ മോള് പോകാൻ നോക്കുക, സമയം ഒത്തിരിയായി. അശ്വിൻ കുഞ്ഞാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ അശ്വിൻ വരുന്നുണ്ട്. ശ്രുതി മോളെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയുവാണ്. അപ്പൊ ലാവണ്യ പറയണ്ടേ, ഞാനും കൂടി പോട്ടെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ വേണ്ട നീ പോകണ്ട, പോയി ശ്രുതി മോളെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയാണ്. ശരി മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ പോകുന്ന സമയത്താണ് നമ്മുടെ അശ്വിൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്തെന്ന സാർ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പോൾ പവർ ഫുൾ ഓഫ് ചെയ്തിട്ട് എന്നെ കൊണ്ട് വിളക്ക് വെച്ചത് ബുദ്ധി നിന്റെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ്. നീ എന്തിനാ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട, അത് വേറൊന്നുമല്ല, എനിക്ക് വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷെ ദൈവത്തിനെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് സാറിനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. സാറ് ഒരുപാട് പുച്ഛിച്ചല്ലോ, ദൈവത്തിനേക്കാളും മോളിലാണ് സാറിന്റെ വിചാരം, അതൊന്ന് നിലത്തേക്ക് സാറിനെ നിർത്താൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ അശ്വിന് ദേഷ്യം വരുവാണ്. നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങളൊരു ചീത്ത മനുഷ്യനാണ്, നിങ്ങൾ ആ ലാവണ്യ മേഡത്തിനെ പേടിപ്പിച്ച് നിർത്തിയേക്കണല്ലേ ലിവിങ് ടുഗദർ ആക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അതേടി അതെന്റെ ഇഷ്ടമാണ് എന്ന് പറയാണ്. വേണമെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാതെ വീട്ടിൽ കൊണ്ടേ താമസിപ്പിക്കും എന്ന് പറയുവാണ്. ആഹാ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ, അതേടി നിന്നെ ഞാൻ ലിവിങ് ടുഗദർ ആക്കും എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ആകെ ദേഷ്യം വരുക. ശ്രുതി പറയണ്ട, അതെ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കും, കാരണം നിങ്ങൾക്ക് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്ട് നിങ്ങളുടെ നല്ല പ്രായത്തിൽ അമ്മ ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ അശ്വിന് ദേഷ്യം വരുവാണ്. ഇറങ്ങടി എന്റെ വണ്ടിയിൽ നിന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി ഇറങ്ങിലിട്ടോ, ഇറങ്ങാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കുക കേട്ടോ. ശ്രുതി അപ്പം തന്നെ നിലത്തേക്ക് വീഴുവാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ അശ്വിനൊരു സമാധാനക്കേട്. അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി മര്യാദക്ക് വണ്ടി കയറുന്നു പറയുമ്പോൾ ഇല്ല, നിങ്ങൾ എന്നോട് സോറി പറഞ്ഞാൽ മാത്രമേ വണ്ടി കയറുള്ളൂ പറയുമ്പോൾ അശ്വിൻ പറയണ്ട, ആഹാ അങ്ങനെയാണോ അഹങ്കാരി, എന്നാൽ നീ കയറടി, നീ ഇവിടെ നടന്നു പോയിക്കുന്നുണ്ട്. അശ്വിനാണ് വണ്ടി വിട്ട് പോകുകയാണ്. അങ്ങനെ ശ്രുതി ആകെ പേടിച്ച് വരണ്ട് അന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭാഗങ്ങളായിട്ട് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.